Good morning, dear students. അപ്പം നമ്മുടെ ഓൺലൈൻ ക്ലാസ് രണ്ടാമത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം കഴിഞ്ഞ ഒരു സെഷന്റെ എല്ലാ അപ്ഡേറ്റും നമ്മൾ റിപ്പോർട്ടായിട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിന്റെ അറ്റൻഡൻസും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞതാണ്. ഞാൻ നിങ്ങളോട് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് പേരൊന്നും ഇനിയും ഗൂഗിൾ ക്ലാസ് റൂമിൽ ജോയിൻ ചെയ്യാത്തവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊന്നും ആ സെഷന്റെ ഒന്നും അറ്റൻഡൻസ് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അത് വളരെ സീരിയസ് ആയിട്ട് നമുക്ക് ജില്ലാതലത്തിൽ റിപ്പോർട്ട് ചെയ്ത് പിന്നെ അത് സ്റ്റേറ്റ് വൈസിലൊക്കെ റിപ്പോർട്ടിംഗ് വരുന്നതാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് ഈവൻ ഫീഡ്ബാക്ക് പോലും ചോദിച്ചത്. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എല്ലാവരും സീരിയസ് ആയിട്ട് ചെയ്യണം. എന്തെങ്കിലും ഈ സപ്ലിമെന്ററി വരുന്നവർക്കൊക്കെ എന്തെങ്കിലും സമയത്തിന്റെ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ, സബ്മിറ്റ് ചെയ്യാൻ ലേറ്റ് ആവുന്നൊക്കെ ഉണ്ടെങ്കിൽ അത് പേഴ്സണലി കറസ്പോണ്ടിങ് ടീച്ചേഴ്സിനെ ഇൻഫോം ചെയ്യണം. അറ്റൻഡൻസ് വളരെ മാൻഡേറ്ററി ആണ്. അത് നിങ്ങളെ ഇനി നെക്സ്റ്റ് അക്കാദമിക് ഇയറിലേക്ക് എന്തായാലും ഈ ഒരു അറ്റൻഡൻസ് കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പം കഴിഞ്ഞ നമ്മളെ ESDMന്റെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ, എന്താണ് എൻവയോൺമെന്റ്, എന്താണ് എൻവയോൺമെന്റൽ സയൻസ്, ആൻഡ് വാട്ട് ഈസ് നാച്ചുറൽ റിസോഴ്സസ്, what are the different type of natural resources, and one of the natural resources, that is forest. അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ ഫോറസ്റ്റിനെ പറ്റി പറഞ്ഞപ്പോൾ നമ്മൾ അതിൻ്റെ ഡെഫിനിഷൻ, അതിൻ്റെ ഇമ്പോർട്ടൻസ്, എന്താണ് ഡീഫോറസ്റ്റേഷൻ, അതിൻ്റെ കോസസ് എന്തൊക്കെയാണ്, അതിൻ്റെ എഫക്ട്സ് എന്തൊക്കെയാണ്, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റോപ്പ് ചെയ്തത്. ഇനി അതിലൊരു ചെറിയ ടോപ്പിക്കും കൂടെ ഉണ്ട്, ഫോറസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്, ഇറ്റ്സെൽഫ് ഒരു ടോപ്പിക്കായിട്ട് നിൽക്കുന്ന ഒരു ടോപ്പിക്കുമാണ് ഡാം എന്ന് പറയുന്നത്. അപ്പൊ അതും പിന്നെ നെക്സ്റ്റ് ആയിട്ട് വരുന്ന ഒരു നാച്ചുറൽ റിസോഴ്സ്, ദാറ്റ് ഈസ് വാട്ടർ. അതും കൂടെയാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ എടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യണം, അല്ലെങ്കിൽ പേഴ്സണൽ മെസ്സേജ് അയച്ചാൽ മതി. ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, ഈ ഒഫീഷ്യൽ ഗ്രൂപ്പിലായാലും സബ്ജക്ട് ഗ്രൂപ്പിലായാലും വരുന്ന മെസ്സേജുകളൊക്കെ നിങ്ങൾ ക്ലിയർ ആയിട്ട് കേൾക്കണം. ഹോൾ ടിക്കറ്റിൽ ഫോട്ടോ ഇല്ലാത്തവർ അർജന്റ് ആയിട്ട് ഇൻഫോം ചെയ്യാൻ പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടിട്ട് ഇപ്പൊ എക്സാമിന് വരുമ്പം ഇൻഫോം ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആ സീരിയസ്നെസ്സിൽ എടുക്കുന്നില്ല. അപ്പൊ അതൊന്നും പിന്നെ ഇൻഫോം ചെയ്തിട്ട് കാര്യമില്ലാത്ത കാര്യങ്ങളാണ്. അങ്ങനെയുള്ള നിങ്ങൾക്ക് വേണ്ട അതല്ലെങ്കിൽ അത്രയും സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിലിടുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ അത് എടുക്കുകയും അത് കേൾക്കുകയും അതിനനുസരിച്ച് നിങ്ങൾ അതിൽ ഇൻവോൾവ് ആവുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ അതിന് റെസ്പോണ്ട് ചെയ്യുകയും വേണം. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പൊ ഞാൻ പറഞ്ഞു, ഇന്നത്തെ നമ്മളെ ടോപ്പിക് എന്ന് പറയുന്നത് ഫോറസ്റ്റ് റിസോഴ്സിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ്. ഫസ്റ്റ് ആയിട്ട് വരുന്നത് ഡാംസ്. അപ്പൊ ഡാംസ് എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് ജനറലി നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു നെയിമാണ് ഡാം എന്ന് പറയുന്നത്. ഡാമിന്റെ ഡെഫിനേഷൻ എന്താണ്? ഒരു ബാരിയർ ആണ്, കൺസ്ട്രക്റ്റഡ് അറ്റ് എ സ്യൂട്ടബിൾ ലൊക്കേഷൻ അക്രോസ് റിവർ. റിവറിന്റെ വാട്ടർ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന ബാരിയറിനെയാണ്, ഫിസിക്കലി കൺസ്ട്രക്ട് ചെയ്യുന്ന ബാരിയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡാം എന്ന് പറയുന്നത്. അപ്പൊ ഡാമിന്റെ മെയിൻ യൂസേജ്, അല്ലെങ്കിൽ ഡാമുകൾ കൺസ്ട്രക്ട് ചെയ്യാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്, ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന അതിന്റെ യൂസേജ് എന്ന് പറയുന്നത് ഹൈഡ്രോ പവർ ജനറേഷൻ ആണ്, ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത്തത് ഇറിഗേഷൻ. ഇപ്പൊ നമുക്കിപ്പോ വെള്ളം കിട്ടാത്ത ഏരിയകളിലൊക്കെ വേനൽക്കാലങ്ങളിലൊക്കെ വെള്ളം കിട്ടാനുള്ള ഒരു കാരണം ഈ ഡാമാണ്. കാരണം ഡാമിലെ റിസർവോയേഴ്സിനകത്ത് വെള്ളം ശേഖരിച്ചു വെക്കുകയും ആവശ്യമുള്ള സമയത്ത് സീസൺ മാറുന്നതിനനുസരിച്ച്, ക്ലൈമറ്റിക് ചേഞ്ച് വരുന്നതിനനുസരിച്ചിട്ട് ആ വെള്ളം കനാലിലൂടെ സപ്ലൈ ചെയ്യുകയും ചെയ്തിട്ടാണ് നമ്മളുടെ ഏരിയയിലൊക്കെ പല സ്ഥലങ്ങളിലും, ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ നിങ്ങളുടെ വീടിന്റെ ചുറ്റുമുള്ള ഏരിയയിലൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ വെള്ളം ഈ ഒരു വേനൽക്കാലത്ത് ഏപ്രിൽ മെയ് മാർച്ച് മാസങ്ങളിലൊക്കെ നമുക്ക് വെള്ളം കിട്ടുന്നതൊക്കെ ഈ ഒരു പർപ്പസ് കൊണ്ടായിരിക്കും. അപ്പൊ ഇറിഗേഷൻ, ജലസേചനത്തിന് വേണ്ടിയിട്ട് ഡാമുകൾ ഉപയോഗിക്കുന്നുണ്ട്. വാട്ടർ ഫോർ ഡൊമസ്റ്റിക് കൺസപ്ഷൻ, അതായത് നമ്മളെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് വെള്ളം സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പല ടൈപ്പ് ഓഫ് വാട്ടർ സപ്ലൈയിങ് പദ്ധതികളൊക്കെ ഉണ്ട്. JWC ഒക്കെ കുറ്റ്യാടി പ്രൊജക്റ്റ് എന്ന് വരുന്നതാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് കൂടുതലും ഡാമുകൾ ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ഡ്രോട്ട് ആൻഡ് ഫ്ലഡ് കൺട്രോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഡാമിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന ഫ്ലഡ് കൺട്രോൾ ആണ്. അതേപോലെ തന്നെ അത് ചില സമയത്ത് ഓവറായിട്ട് വെള്ളം വന്നിട്ട്
ഡിസഡ്വാൻറ്റേജ് ആയി മാറാറുണ്ട്. ഫ്ലഡ് ഒക്യൂർ ചെയ്യാനും ഡാം കാരണമാവാറുണ്ട്. അപ്പോൾ ഫ്ലഡ് കൺട്രോൾ എങ്ങനെയാണ് ഡാമിൽ വരുന്നത്? ഒരുപാട് മഴ കിട്ടുന്ന സമയത്ത് ആ വെള്ളം ഒക്കെ സംഭരിക്കപ്പെടുന്ന സമയത്ത് അവിടെ ഫ്ലഡ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷെ അത് ഒരു പരിധിയിലധികം ലെവല് മാറിയിട്ട് തുറന്നു വിട്ട് കഴിഞ്ഞാൽ ഫ്ലഡ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കുക. ഡ്രോട്ട് വളരെയധികം കൺട്രോൾ ചെയ്യാൻ ഡാമിന് വലിയൊരു റോളുണ്ട്. ഞാൻ വരൾച്ച വരുന്ന നേരത്തെ പറഞ്ഞല്ലോ, വെള്ളം കിട്ടാത്ത അവസ്ഥയിൽ ഈ ഡാമിലുള്ള വെള്ളം എടുത്തിട്ടാണ് നമ്മൾ ഇറിഗേഷനൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇല്ലാത്ത ഏരിയയിൽ വെള്ളം ലഭ്യമാകാൻ അത് വളരെയധികം സഹായമാവും. അപ്പൊ അങ്ങനെ ഡ്രോട്ട് കൺട്രോൾ ചെയ്യാം. അതേപോലെ നാവിഗേഷണൽ ഫെസിലിറ്റീസ്, യാത്രാ ആവശ്യങ്ങൾക്കൊക്കെ നമ്മൾ കൂടെയുള്ള ആ ഒരു എന്താ പറയാ ഇതിന്റെ ചാനൽസ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അതർ അഡീഷണൽ യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഫിഷറീസ്, അക്വാകൾച്ചറിന് വേണ്ടിയിട്ട് നമുക്ക് മീൻ വളർത്തലിനൊക്കെ വേണ്ടിയിട്ട് അതിന്റെ റിസർവോയേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ മെയിൻ ആയിട്ട് വരുന്ന ഡാമിന്റെ യൂസേജ് എന്ന് പറയുന്നത് ഹൈഡ്രോ പവർ ജനറേഷനും ഇറിഗേഷന്, വാട്ടർ ഫോർ ഡൊമസ്റ്റിക് കൺസപ്ഷൻ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അതിന്റെ ഒരു യൂട്ടിലൈസേഷൻ. ഡാം എന്ന് പറയുന്നത് എന്താ പറയാ വലിയ റിവേഴ്സിന് കുറുകെ കിട്ടുന്ന സോളിഡ് ബാരിയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡാം എന്ന് പറയുന്നത്. ടു ബ്ലോക്ക് ദ ഫ്ലോയിങ് വാട്ടർ, ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിനെ തടഞ്ഞിട്ട് കിട്ടുന്ന വലിയ ബാരിയേഴ്സിനെയാണ് നമ്മൾ ഡാം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ പഠിക്കാനുള്ളത് വാട്ട് ഈസ് ഡാം എന്നതിലുപരി എന്താണ് ഇതിന്റെ എഫക്ട്സ്, ഈ ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നതുകൊണ്ട് എന്തൊക്കെയാണ് ബുദ്ധിമുട്ട് എന്നുള്ളത്. ഇപ്പൊ ഫോറസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുന്നതിന് ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നത് കൊണ്ട് ഉള്ള ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഡീഫോറസ്റ്റേഷൻ ആണ്. ഡീഫോറസ്റ്റേഷന്റെ ഒരു റീസൺ ആണ് കൺസ്ട്രക്ഷൻ ഓഫ് ഡാം. കാരണം ഈ ഡാം എപ്പോഴും കൺസ്ട്രക്ട് ചെയ്യപ്പെടുക ഈ കൂടുതലായിട്ട് ഫോറസ്റ്റ് ഉള്ള ഏരിയയിലായിരിക്കും. അധികം ജനവാസമുള്ള ഏരിയയിലേക്ക് നമുക്ക് ഡാം കൺസ്ട്രക്ഷൻ അത്ര പോസിബിൾ അല്ല. അപ്പം ഫോറസ്റ്റ് ഉള്ള ഏരിയയിൽ ആവുന്ന സമയത്ത് തൗസൻഡ്സ് ഓഫ് ഹെക്ടേഴ്സ് ഓഫ് ഫോറസ്റ്റ് അവിടെ ലോസ് ആവാൻ വളരെയധികം സാധ്യതയുണ്ട്. അങ്ങനെയാണ് അത് ലോസ് ചെയ്തിട്ടാണ് ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പം അത് അവിടെയുള്ള ബയോഡൈവേഴ്സിറ്റീനെ എഫക്ട് ചെയ്യും. അവിടെയുള്ള ട്രീസും പ്ലാന്റ്സും ഒക്കെ നശിച്ചു പോകും. പിന്നെ അതേപോലെ ഈ ഡാം കൺസ്ട്രക്ട് ചെയ്യാൻ മാത്രമല്ല, ആ ഒരു ഏരിയയിലേക്ക് ഡാം വരുന്ന സമയത്ത് ആ ഒരു ഏരിയ അതിനോട് അസോസിയേറ്റ് ചെയ്ത് ബിൽഡിങ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അവിടേക്ക് റോഡ് കൺസ്ട്രക്ട് ചെയ്യേണ്ടി വരും, ബാക്കിയുള്ള അമെനിറ്റീസ് വേണ്ടി വരും, ബാക്കിയുള്ള ഫെസിലിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അപ്പം ഇതിനൊക്കെ വേണ്ടിയിട്ട് അത്രയും ഒരു ഏരിയനെ എന്ത് ചെയ്യേണ്ടി വരും, ഡീഫോറസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇതൊരു വലിയ ഇമ്പാക്റ്റ് ആണ്. ഡാമിന്റെ എഫക്റ്റ് എന്ന് പറയുന്നതിൽ പറയാൻ പറ്റുന്ന ഒരു വലിയ എഫക്റ്റ് ആണ് ഡീഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത്. തൗസൻഡ്സ് ഓഫ് ഹെക്ടേഴ്സ് ഓഫ് ഫോറസ്റ്റ് ഹാവ് ബീൻ ക്ലിയർഡ്, കില്ലിംഗ് ഓഫ് വൈൽഡ് ആനിമൽസ് ആൻഡ് ഡിസ്ട്രക്ഷൻ ഓഫ് അക്വാട്ടിക് ലൈഫ്. ഫോറസ്റ്റ് ക്ലിയർ ചെയ്യുന്ന സമയത്ത് വൈൽഡ് ആനിമൽസിന് എഫക്ട് ചെയ്യും. അതേപോലെ മൂന്നാമത്തെ ഒരു കേസാണ് സ്പ്രെഡിങ് ഓഫ് വാട്ടർ ബോൺ ഡിസീസസ്. ഡാം വഴി വാട്ടർ ബോൺ ഡിസീസസ് സ്പ്രെഡ് ചെയ്യും. കാരണം അതിന്റെ കെട്ടി നിൽക്കുന്ന വെള്ളം ആയതുകൊണ്ട് അതിന്റെ വെള്ളത്തിന്റെ ക്വാളിറ്റി, വാട്ടർ ക്വാളിറ്റി വളരെ പുവർ ആയിരിക്കും. അപ്പൊ അത് വാട്ടർ ബോൺ ഡിസീസസിനെ ഒക്കെ അതിനകത്ത് ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു സെർട്ടൺ ഏരിയയിൽ കുറച്ച് വെള്ളം കെട്ടി നിർത്തി കഴിഞ്ഞാൽ അതിനകത്ത് ബാക്ടീരിയാസും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പൊ വാട്ടർ ബോൺ ഡിസീസസ് സ്പ്രെഡ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. ഡാമിന്റെ ഡീഫോറസ്റ്റേഷൻ മൂലം ഡാം കൺസ്ട്രക്ട് ചെയ്ത മൂലം ഡീഫോറസ്റ്റേഷൻ വന്നതിന്റെ നർമ്മദ സാഗർ പ്രോജക്റ്റിന്റെ എക്സാമ്പിൾ ഇവിടെ എഴുതുന്നല്ലോ. ഏകദേശം 3.5 lakhs ഹെക്ടേഴ്സ് ഓഫ് ഫോറസ്റ്റ് ആണ് നർമ്മദ സാഗർ ഡാം പ്രോജക്റ്റില് എന്ത് ചെയ്തതെന്നാ പറയുന്നത്, ഡീഫോറസ്റ്റ് ആയി പോയത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഇതൊരു പോയിന്റ്സ് ഓർമ്മിച്ച് വെക്കുക. ഡാം ഡിസ്ട്രക്ട് വാസ്റ്റ് ഏരിയ ഓഫ് ഫോറസ്റ്റ് ഏരിയ, വളരെ ലാർജ് ഏരിയ ഓഫ് ഫോറസ്റ്റിനെ ഡാം ഡിസ്ട്രക്ട് ചെയ്ത് കളയും. കൺസ്ട്രക്ഷൻ ഓഫ് ഡാം, അതിൽ ഇന്ത്യയിൽ തന്നെ മോർ ദാൻ 1600 ലാർജ് ഡാംസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അത്ര ഏരിയാസ് ഓഫ് ഫോറസ്റ്റ് അവിടെ ഡീഫോറസ്റ്റേഷൻ സംഭവിച്ചിട്ടുണ്ടാവും. ഒരു എഫക്റ്റ് അതാണ്. പിന്നെ ഡാമിന്റെ ഇമ്പാക്ട്സിനെ നമ്മൾ ഒന്ന് ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടൊന്നും പഠിക്കണമെന്നില്ല. മറ്റത് നമ്മൾ മെയിൻലി ഫോക്കസ് ഓൺ ഡീഫോറസ്റ്റേഷനെ ഫോക്കസ് ചെയ്തിട്ടാണ് തൊട്ട് മുമ്പത്തെ പോയിന്റ്സ് പറഞ്ഞത്. ഇത് ജനറൽ ആയിട്ട് പറയുന്ന സമയത്ത് നേരത്തെ നമ്മൾ പറഞ്ഞു ഫോറസ്റ്റ് നശിച്ചു കഴിഞ്ഞാൽ അതിന്റെ കൂടെ അതിന്റെ ബയോഡൈവേഴ്സിറ്റി ഒരുപാട് ജൈവവൈവിധ്യങ്ങൾ ഉണ്ടാവും, അത് റെഡ്യൂസ് ചെയ്യും. വാട്ടർ ക്വാളിറ്റി റെഡ്യൂസ് ചെയ്യപ്പെടും. ലോ ഓഫ് ക്രോപ്പ് പ്രൊഡക്ഷൻ, പിന്നെ ആ ഏരിയയിൽ നമുക്ക് പുതിയ ക്രോപ്പ് ഒന്നും ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ടാവില്ല. ഡിക്രീസ്ഡ് ഫിഷ് പോപ്പുലേഷൻ, അപ്പൊ നോർമൽ ഫ്ലോയിങ് ഓഫ് വാട്ടർ അവിടെ സ്റ്റോപ്പ് ചെയ്യുക ചെയ്യുന്നത് ഡാം കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത്. അപ്പൊ അവിടെയുള്ള ഫിഷ് പോപ്പുലേഷനും വളരെയധികം കുറയും. അതാണ് ബ്ലോക്ക്ഡ് ഫിഷ് മൈഗ്രേഷൻ, അതിനെ അസോസിയേറ്റ് ചെയ്ത് വരുന്നത് തന്നെയാണ്.
ഫിഷിന് ഒഴുകി പോകാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ അത് ബ്ലോക്ക് ആയി പോകും. ഡിസ്ട്രപ്റ്റഡ് ഫ്ലോ ഓഫ് സെഡിമെന്റ്സ് ആൻഡ് വാട്ടർ, മണ്ണിന്റെ അടിയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന സെഡിമെന്റ്സും അതേപോലെ വെള്ളവും ഒക്കെ അതിന്റെയൊക്കെ ഫ്ലോയിനെ അത് ഡിസ്ട്രപ്റ്റ് ചെയ്യും. ഹസാർഡ്സ് ഫ്രം ഏജിങ് ഡാം, അതെന്താണ്, അത് വളരെ ഇതാണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഡാം ബലക്ഷയം സംഭവിക്കുന്നതിനനുസരിച്ചിട്ട് അത് കൺസ്ട്രക്ഷൻ എന്താ പറയാ ഫ്ലോപ്പ് ആയിട്ടൊക്കെ അതിൽ നിന്ന് ദുരന്തങ്ങൾ ഉണ്ടാകാനുള്ള വലിയ സാധ്യത ഉണ്ട്. ഇപ്പൊ നിങ്ങൾ മുല്ലപ്പെരിയാറിനൊക്കെ അതിലൊക്കെ ഡൗട്ട്സ് ഒക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അതിന്റെ ഉറപ്പില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതാണ് അതിന്റെ കാലാവധി തീരുന്നതിനനുസരിച്ചിട്ട് അതിനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ഉണ്ടാകുന്ന ഹസാർഡ് വളരെ വലുതായിരിക്കും. അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. പിന്നെ ഗ്ലോബൽ വാർമിംഗ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഡാംസ്, ബിക്കോസ് ഡീഫോറസ്റ്റേഷൻ സംഭവിക്കുമ്പോൾ തന്നെ ഇറ്റ് വിൽ ഇൻക്രീസ് ഗ്ലോബൽ വാർമിംഗ്. ഡിസ്പ്ലേസസ് കമ്മ്യൂണിറ്റി, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അതായത് ഒരു ഏരിയയിലുള്ള കമ്മ്യൂണിറ്റിനെ, അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെ ഡാം കൺസ്ട്രക്ഷന്റെ ഭാഗമായിട്ട് വേറെ എവിടേക്കെങ്കിലും എന്ത് ചെയ്യേണ്ടി വരും, മൂവ് ചെയ്യേണ്ടി വരും. അതേപോലെ വാട്ടർ ബോൺ ഡിസീസസ് ഇൻക്രീസ് ചെയ്യും. ട്രിഗേഴ്സ് ഇൻ എർത്ത് ഡാമുള്ള ഏരിയയിൽ എർത്ത് ഉണ്ടാവാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്. ഇതൊക്കെയാണ് ഡാമിന്റെ ഇമ്പാക്ട്സ് ആയിട്ട് വരുന്ന പോയിന്റ്സ്. അപ്പൊ നമ്മൾ 2 കാറ്റഗറി ആയിട്ട് പറഞ്ഞു. ഡീഫോറസ്റ്റേഷൻ മൂലം ഉണ്ടാവുന്നു, അതിനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത കുറച്ച് പോയിന്റ്സും പ്ലസ് ജനറൽ ആയിട്ട് ഏതെങ്കിലും എഴുതാവുന്ന പോയിന്റ്സും. ഇത് എല്ലാ പോയിന്റ്സും ഒന്നും വേണമെന്നില്ല, കുറച്ചധികം പോയിന്റ്സ് ഉണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഡാം കൺസ്ട്രക്ഷൻ മൂലം ഉണ്ടാകുന്ന ഇമ്പാക്ട്സ് ബയോഡൈവേഴ്സിറ്റി റെഡ്യൂസ് ചെയ്യുന്നു, വാട്ടർ ക്വാളിറ്റി കുറയ്ക്കുന്നു, ക്രോപ്പ് പ്രൊഡക്ഷൻ കുറയ്ക്കുന്നു, ഫിഷ് മൈഗ്രേഷൻ ബ്ലോക്ക് ചെയ്യുന്നു, അതേപോലെ സെഡിമെന്റ്സിനെയും വാട്ടറിനെയും ഒക്കെ ബ്ലോക്ക് ചെയ്യുന്നു, ഏജിങ് ഡാംസിന് ഹസാർഡ്സ് ഉണ്ടാവാം, ഗ്ലോബൽ വാർമിംഗിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, കമ്മ്യൂണിറ്റീസിനെ ഡിസ്പ്ലേസ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇത്രയൊക്കെയാണ് അതുകൊണ്ടുണ്ടാകുന്ന ഇമ്പാക്ട്സ്. ഈ ഇമ്പാക്ട്സിൽ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ഉണ്ട്, അത് ഇറ്റ്സെൽഫ് ചിലപ്പം ചോദിക്കാം. ദാറ്റ് ഈസ് നെക്സ്റ്റ് വൺ, എഫക്ട്സ് ഓഫ് ഡാം ഓൺ ട്രൈബൽ പീപ്പിൾ. ഡാം കൺസ്ട്രക്ഷൻ എങ്ങനെയാണ് ട്രൈബ്സിനെ എഫക്ട് ചെയ്യുന്നത്? അപ്പൊ ഇത് സെപ്പറേറ്റ് ആയിട്ട് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആലോചിച്ച് എഴുതാവുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മളിപ്പോ ഓൾറെഡി പറഞ്ഞു ഡാം കൺസ്ട്രക്ഷൻസ് അധികം വരിക ഫോറസ്റ്റ് ഏരിയയിലാണ്. ഫോറസ്റ്റ് ഏരിയയിൽ സാധാരണമായിട്ട് താമസിക്കുന്നത് ആരാണ്? ട്രൈബ്സ് ആണ്. അപ്പൊ അവര് ആ സ്ഥലത്ത് നിന്ന് ഡിസ്ലൊക്കേറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ ഡിസ്ലൊക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് വളരെയധികം പ്രോബ്ലംസ് ഉണ്ടാവും. കാരണം ഡിസ്പ്ലേസ് ചെയ്യുക അല്ലെങ്കിൽ അവരെ മൈഗ്രേറ്റ് ചെയ്യുന്നത് മോഡേൺ കൾച്ചറിലുള്ള ആൾക്കാരിലേക്കായിരിക്കും. അപ്പൊ അവർക്ക് ആ ഒരു കൾച്ചറുമായിട്ട് എന്താ പറയാ അസോസിയേറ്റ് ചെയ്ത് പോകാൻ പറ്റില്ല. കാരണം നമ്മളെ സിസ്റ്റം ആയിരിക്കില്ല ട്രൈബ്സിന്റെ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് ആ ഒരു മോഡേൺ അല്ലെങ്കിൽ സിവിലൈസ്ഡ് ഏരിയയിൽ, ഇൻഡസ്ട്രിയൽ ഏരിയയിൽ നിന്നും അവർക്ക് താമസിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പൊ അത് അവർക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ വരുത്താം. ഇങ്ങനെ കൾച്ചറൽ ഡിഫറൻസ് അവർക്ക് മെന്റലി ആൻഡ് ഫിസിക്കലി എഫക്ട് ചെയ്യാം. ഇതൊക്കെയാണ് ഡാം ട്രൈബ്സിനെ എഫക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ അങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നിങ്ങൾ ഒരുപാട് മേധാപൽക്കറിനെയൊക്കെ പറ്റി കേട്ടിട്ടുണ്ടാവും. ഒരുപാട് ഇഷ്യൂസ് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഡിസ്പ്ലേസ് ചെയ്യുന്ന സമയത്തും ഗവൺമെന്റോ മറ്റു അതോറിറ്റീസോ ഇവർക്ക് കറക്റ്റ് കോമ്പൻസേഷൻ ഒന്നും എന്ത് ചെയ്തോളണമെന്നില്ല, കൊടുത്തോളണമെന്നില്ല. അവരെ കറക്റ്റ് ആയിട്ടൊരു സ്ഥലത്ത് അവർക്ക് വേണ്ട രീതിയിൽ അവരെ ബോദർ ചെയ്ത് അക്കോമഡേറ്റ് ചെയ്തോളണം എന്നില്ല. അങ്ങനെയുള്ള പല പ്രോബ്ലംസും ഈ ട്രൈബ്സിന് ഡാമിന്റെ കൺസ്ട്രക്ഷനും ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അപ്പൊ ഇതൊരു ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ പോയിന്റ്സ് ഞാൻ വായിക്കാം. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന രീതിയിലൊക്കെ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാട്ടോ, അതേപോലെ തന്നെ എഴുതാനൊന്നുമില്ല. കൺസ്ട്രക്ഷൻ ഓഫ് ബിഗ് ഡാം ലീഡ്സ് ടു ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ട്രൈബൽ പീപ്പിൾ. ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് കൾച്ചറൽ ചേഞ്ച് എഫക്ട്സ് ദ ട്രൈബൽ പീപ്പിൾ ബോത്ത് മെന്റലി ആൻഡ് ഫിസിക്കലി. ഞാൻ പറഞ്ഞില്ലേ, മെന്റലി ഫിസിക്കലി അവരെ ഈ ഡിസ്പ്ലേസ്മെന്റ് എഫക്ട് ചെയ്യും. ദേ ഡു നോട്ട് അക്കോമഡേറ്റ് ദ മോഡേൺ ഫുഡ് ഹാബിറ്റ്സ് ആൻഡ് ലൈഫ് സ്റ്റൈൽ. അവരുടെ ഹാബിറ്റ്സും ലൈഫ് സ്റ്റൈലും ഫുഡ് കൾച്ചറും എല്ലാം വേറെ ആയിരിക്കും. അപ്പൊ അത് വേറൊരു എന്താ പറയാ സൊസൈറ്റിയിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് അത് എന്ത് ചെയ്യാൻ പറ്റില്ല, അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. ട്രൈബൽ പീപ്പിൾ ആർ ഇൽ ട്രീറ്റഡ് ബൈ ദ മോഡേൺ സൊസൈറ്റി. ഓഫ് ദ ഡിസ്പ്ലേസ്ഡ് പീപ്പിൾ വെർ നോട്ട് റെക്കഗ്നൈസ്ഡ് ആൻഡ് റീസെറ്റിൽഡ് ഓർ കോമ്പൻസേറ്റഡ്. അതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. അവരെ ഏരിയയിൽ നമ്മൾ ഡാം കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് അവരെ കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യില്ല, കൺസിഡർ ചെയ്യോ മാനേജ് ചെയ്യോ അവരെ കോമ്പൻസേറ്റ് ചെയ്യിപ്പിക്കോ റീസെറ്റിൽ ചെയ്യിപ്പിക്കോ ചെയ്യാറില്ല. അപ്പൊ അതും വലിയൊരു ഇഷ്യൂ ആണ്. Then body condition of tribal people will not suit with the new areas and hence they will be affected of many diseases. അപ്പോൾ അവരൊരു സ്ഥലത്ത് നിന്ന് അവർ നിന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു കണ്ടീഷനിൽ നിന്ന് മാറി പുതിയൊരു സിറ്റുവേഷനിലേക്ക് വരുന്ന സമയത്ത് അതുമായിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മാച്ച് ചെയ്ത് പോകാൻ പറ്റില്ല, അത് സ്യൂട്ട് ആവില്ല. അപ്പൊ അത് അവർക്ക് പലതരത്തിലുള്ള ഫിസിക്കൽ പ്രോബ്ലംസ് ഉണ്ടാക്കും, സം കൈൻഡ് ഓഫ് ഡിസീസസ് ഒക്കെ ഉണ്ടാക്കാം. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഡാം കൺസ്ട്രക്ഷൻ ട്രൈബ്സിനെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു.
ഡാം എന്താണ്, അതിന്റെ യൂട്ടിലൈസേഷൻ എന്തൊക്കെയാണ്, എന്താണ് അതിന്റെ എഫക്ട്സ് നമ്മൾ ഡീഫോറസ്റ്റേഷനും പ്ലസ് ജനറൽ ആയിട്ട് വരുന്ന എഫക്ട്സും എങ്ങനെയാണ് ട്രൈബ്സിനെ എഫക്ട് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡാം എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്തത്. ഇത് സ്ഥിരം ചോദിക്കുന്നതാണ് കേട്ടോ. ഇപ്പൊ ഫോറസ്റ്റ് റിസോഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് വരുന്ന നമ്മുടെ ടോപ്പിക്കാണ് വാട്ടർ റിസോഴ്സ്. അപ്പോൾ വാട്ടർ എന്ന് പറഞ്ഞാൽ വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള റിസോഴ്സ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഏതൊരു ലിവിങ് ഓർഗാനിസത്തിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിലും വാട്ടർ എന്ന് പറയുന്നത് ഒരു എസെൻഷ്യൽ കമ്പോണന്റ് ആണ്. നമ്മുടെ എർത്തിന്റെ 97% വാട്ടർ ആണ് കവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ എർത്തിൽ 97% അടങ്ങിയിരിക്കുന്നത് വാട്ടർ ആണ്. അതേപോലെ തന്നെ നമ്മൾ ഏതൊരു ലിവിങ് ഓർഗാനിസം, എനിമൽസ് ആയാലും പ്ലാന്റ്സ് ആയാലും അതിന്റെ ബോഡിയിൽ 60 to 65% കണ്ടെയ്ൻ ചെയ്യുന്നത് എന്താണ്, വാട്ടർ ആണ്. മോസ്റ്റ് ഓഫ് ദ അനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ഹാവ് 60 to 65% ഓഫ് വാട്ടർ ഇൻ ദ ബോഡി. അതേപോലെ നമ്മളുടെ ഒരു കൺസെപ്ഷൻ ഇത് നോക്കുകയാണെങ്കിൽ ഔട്ട് ഓഫ് ദ ടോട്ടൽ അവൈലബിൾ വാട്ടർ, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വാട്ടറിൽ നമ്മൾ യൂസേജ് 75% നമ്മൾ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇന്ത്യനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ 93% ഓഫ് വാട്ടർ നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടാണ്. അത് ആ റിസോഴ്സ് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പോയിന്റ് വെച്ചത്. ഓക്കെ, പിന്നെ വാട്ടർ എങ്ങനെയാണ്, വാട്ടർ ജനറേഷൻ, അതിന്റെ ഒരു വാട്ടർ സൈക്ലിംഗ് എങ്ങനെയാണെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡയഗ്രം ഇവിടെ വെച്ചത്. അത് നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇവാപറേഷൻ, കണ്ടൻസേഷൻ, ദെൻ ക്ലൗഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു, ദെൻ അത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ വേറൊരു ഇതെന്ന് പറഞ്ഞാല് സ്നോ മെൽറ്റ് ചെയ്തിട്ടും എന്തുണ്ടാവുന്നുണ്ട്, വാട്ടർ ഉണ്ടാവുന്നുണ്ട്. സ്നോ മെൽറ്റ് റൺ ഓഫ്, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ അതിൽ 2 ടൈപ്പ് ഓഫ് വാട്ടർ കാറ്റഗറി, അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫ്രഷ് വാട്ടറിനെ നമുക്ക് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് ഗ്രൗണ്ട് വാട്ടർ ആൻഡ് സർഫസ് വാട്ടർ. ഗ്രൗണ്ട് വാട്ടർ എന്ന് പറഞ്ഞാൽ ഈ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്ന വാട്ടർ ഗ്രൗണ്ടിൽ ഇൻഫിൽട്രേറ്റ് ചെയ്ത്, അതായത് റോക്കിന്റെ ഒക്കെ അക്വിഫേഴ്സിൽ, ചെറിയ സുഷിരങ്ങളിൽ ഇൻഫിൽട്രേറ്റ് ചെയ്തിട്ട് അത് ഭൂമിക്ക് അടിയിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന വെള്ളം, അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ എർത്ത് സർഫസിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വാട്ടറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സർഫസ് വാട്ടർ. ലൈക്ക് റിവറിൽ, അതേപോലെ തന്നെ ലേക്കിൽ, പോണ്ടിലും ഒക്കെ ഉള്ള വാട്ടറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സർഫസ് വാട്ടർ എന്ന് പറയുന്നത്. ഉപരിതലത്തിൽ, ഭൂമിയുടെ ഉപരിതലത്തിലുള്ള വെള്ളത്തിന് നമ്മൾ സർഫസ് വാട്ടർ എന്നും, അടിയിലുള്ള, ഭൂമിക്ക് അടിയിലുള്ള വെള്ളത്തിന് നമ്മൾ എന്ത് പറയുന്നു, ഗ്രൗണ്ട് വാട്ടർ എന്നും പറയും. അപ്പൊ ഇതിൽ നമ്മൾ കൂടുതലും ഫ്രഷ് വാട്ടർ ആയിട്ട് ഉപയോഗിക്കുന്നത് നമ്മളുടെ ഗ്രൗണ്ട് വാട്ടർ സോഴ്സുകളാണ്. പലതരം ഗ്രൗണ്ട് വാട്ടർ സോഴ്സുകൾ ഉണ്ട്, അത്തരം സോഴ്സുകളാണ്. അപ്പൊ നിങ്ങളോട് ഐഡന്റിഫൈ ഡിഫറെന്റ് വാട്ടർ സോഴ്സസ്, അല്ലെങ്കിൽ ഫ്രഷ് വാട്ടർ സോഴ്സസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറയുന്ന 2 സോഴ്സുകളാണ് സർഫസ് വാട്ടറും ഗ്രൗണ്ട് വാട്ടറും. അപ്പൊ അതെന്താന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ ജസ്റ്റ് ഒരു ഡയഗ്രാം കൊടുത്തേ ഉള്ളൂ. വാട്ടർ ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത് സച്ച് സ്ട്രീംസ്, ലേക്സ്, അതിലൊക്കെ ഉള്ള റിവർ ഒക്കെ ഉള്ള വാട്ടറിനെയാണ് നമ്മൾ സർഫസ് വാട്ടർ എന്ന് പറയുന്നത്. ദെൻ പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് ഗ്രൗണ്ടിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന വാട്ടർ ദാറ്റ് സാച്ചുറേറ്റ് സോയിൽ ആൻഡ് റോക്ക് ബെഡ്സ് സപ്ലൈയിങ് സ്പ്രിങ്സ് ആൻഡ് വെൽസ് വഴിയൊക്കെ നമ്മൾ എടുക്കുന്ന വാട്ടറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്നത്. കൺസെപ്റ്റ് ഒക്കെ നിങ്ങൾ ബേസിക്കലി നിങ്ങൾക്ക് അറിയാവുന്ന തന്നെയായിരിക്കും. ഇപ്പൊ 2 സോഴ്സസ് ചിലപ്പോൾ അങ്ങനെ ചോദിക്കാം, ഐഡന്റിഫൈ ഡിഫറെന്റ് വാട്ടർ സോഴ്സസ്. ഫ്രഷ് വാട്ടറിന്റെ സോഴ്സസ് എന്ന് പറയുന്നത് ഗ്രൗണ്ട് വാട്ടറും സർഫസ് വാട്ടറുമാണ്. അതിൽ നമുക്ക് ഗ്രൗണ്ട് വാട്ടർ ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളത് വളരെ കുറവേ ഉള്ളൂ അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് അതിന്റെ ഒരു ഓവർ യൂട്ടിലൈസേഷൻ ആണ്. വാട്ടർ നമ്മൾ എങ്ങനെയാണ് ഓവർ യൂട്ടിലൈസ് ചെയ്യുന്നത്, ഇപ്പൊ ഉള്ള പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ചിട്ട് എന്താണ്, കൂടുതൽ എത്രയോ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് വാട്ടറിന്റെ യൂസേജ് എന്ന് പറയുന്നത്. ഡിമാൻഡ്സ് ഹാവ് ഇൻക്രീസ് മെനി ഫോൾസ് എന്ന് വെച്ചാൽ ഒരുപാട് മടങ്ങ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ലാർജ് പ്രൊപ്പോർഷൻ ഓഫ് ദ വാട്ടർ പൊല്യൂട്ടഡ് ഡ്യൂ ടു ഹ്യൂമൻ ആക്ടിവിറ്റീസ്. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇന്നത്തെ വാട്ടർ സോഴ്സുകളെല്ലാം പൊല്യൂട്ടഡ് ആവുന്നത് ഡ്യൂ ടു അവർ ഓൺ ആക്ടിവിറ്റീസ്, അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ടാണ്. ഔട്ട് ഓഫ് ദ ടോട്ടൽ ഇപ്പൊ 97% നമ്മൾ എർത്ത് കവർ ചെയ്യുന്നത് വാട്ടർ വെച്ചിട്ടാന്ന് പറഞ്ഞു. പക്ഷെ ഇതില് 3% മാത്രമേ എന്തുള്ളൂ, ഫ്രഷ് വാട്ടർ ഉള്ളൂ. ബാക്കി എല്ലാം ഓഷ്യൻ അല്ലെങ്കിൽ സാൾട്ടി വാട്ടർ ആണ്, ഉപ്പ് വെള്ളമാണ്. അപ്പൊ നമുക്ക് ഡയറക്ട്ലി അവൈലബിൾ ആയിട്ടുള്ള വാട്ടർ എന്ന് പറയുന്നത് 3% ഉള്ളൂ. അതിൽ തന്നെ 0.003% മാത്രമേ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളൂ. ബാക്കിയെല്ലാം ലോക്ക്ഡ് അപ്പ് ഇൻ ദ പോളാർ ഐസ് ക്യാപ്പ്. ധ്രുവങ്ങളിൽ ഐസ് ക്യാപ്പ് സ്നോ ആയിട്ട് മെൽറ്റ് ചെയ്ത് കിടക്കുന്നതാണ് ബാക്കി എമൗണ്ട് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം സോൾട്ടി വാട്ടർ ആണ്. അപ്പൊ ഈ 0.03% ആണ് നമ്മളിപ്പം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വാട്ടർ എന്ന് പറയുന്നത്. അപ്പൊ അത് വളരെയധികം നന്നായിട്ട് പ്രിസർവ് ചെയ്യുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പൊ അത് ഇപ്പൊ പൊല്യൂട്ടഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ സർവൈവ് ചെയ്യാൻ തന്നെ വളരെയധികം എന്ത് ചെയ്യും, ബുദ്ധിമുട്ടും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇനിയൊരു യുദ്ധം ഉണ്ടെങ്കിൽ അത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും,
വെള്ളത്തിന് വേണ്ടിയിട്ടായിരിക്കും. ഓക്കെ, അതിനെയാണ് വാട്ടർ കോൺഫ്ലിക്ട്സ് എന്നൊക്കെ പറയുന്നത്. രാജ്യങ്ങൾ തമ്മിൽ, സംസ്ഥാനങ്ങൾ തമ്മിൽ, പ്രദേശങ്ങൾ തമ്മിൽ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഈ വെള്ളത്തിന്റെ പേരിലാണ്. വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇത് എഫക്ട്സ് ഓഫ് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് വാട്ടർ. നമ്മൾ ഓവർ യൂസേജ്, വാട്ടർ ഓവർ ആയിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് വരുന്ന 2-3 പ്രോബ്ലംസ് ആണ്. അതിലൊന്നാണ് ഈ സബ്സിഡൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ ലാൻഡ് സബ്സിഡൻസ് ഒക്കെ കേട്ടിട്ടുണ്ടാവും. സബ്സിഡൻസ് എന്ന് പറഞ്ഞാൽ താണു പോവുക എന്നുള്ള അർത്ഥമാണ്. താണു പോവല്, ശാന്തമാവുക എന്നൊക്കെ പറയും മലയാളത്തിൽ. അപ്പം ഭൂമി ഇടിഞ്ഞു പോവുക, താണു പോവുക എന്നുള്ളത് ഒരു മീനിങ് ആണ് സബ്സിഡൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഗ്രൗണ്ട് വാട്ടർ വിത്ഡ്രോവൽ ഈസ് മോർ ദാൻ ഇറ്റ്സ് റീചാർജ് റേറ്റ്. അതായത് പ്രസിപ്പിറ്റേറ്റ് ചെയ്തിട്ട് ഭൂമിയിൽ റീചാർജ് ആയി വരുന്നതിനേക്കാൾ കൂടുതൽ വെള്ളം നമ്മൾ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ, അപ്പൊ അതിന്റെ പോസിലൊക്കെ മണ്ണിന്റെ സ്റ്റോണിന്റെ ഒക്കെ പോസിൽ അടങ്ങിയിരിക്കുന്ന വെള്ളമെല്ലാം നമ്മൾ കൺസ്യൂം ചെയ്യുന്ന സമയത്ത് അതവിടെ ഡ്രൈ ആയിട്ട് അതവിടെ കോമ്പാക്റ്റ് ആയി പോകും. അപ്പൊ അങ്ങനെ അത് എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്? സിങ്കിങ് എന്ന് പറഞ്ഞാല് ഇടിഞ്ഞു പോവുക, അതേപോലെ ഒന്നൊന്നിന്റെ മുകളിൽ വീഴുക, ഓവർലേയിങ് ഓഫ് ലാൻഡ് സർഫസ്. ഇതുകൊണ്ട് എന്തുണ്ടാവും? നമ്മൾ അതിന്റെ മുകളിൽ ഒരു ബിൽഡിംഗ് ഉണ്ടെങ്കിൽ അതടക്കം എന്ത് ചെയ്യും? താണുപോകും. അങ്ങനെയുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. മതിലിടിഞ്ഞു പോല്, മണ്ണിടിഞ്ഞു പോയിട്ട് അതിന്റെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഒന്നായിട്ട് ഫെയിൽ ആയി പോല്, അതേപോലെ പൈപ്പിനൊക്കെ എഫക്ട് ചെയ്യില്ല, അണ്ടർഗ്രൗണ്ട് പൈപ്പിനൊക്കെ വിള്ളൽ വരല്, ഇതെല്ലാം ഈ സബ്സിഡൻസ് എന്ന് പറയുന്ന കാര്യം കൊണ്ട് ഉണ്ടാവുന്നതാണ്. ഈ സബ്സിഡൻസ് ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് ഗ്രൗണ്ട് വാട്ടർ ലെവൽ ഡിക്രീസ് ചെയ്യുന്നതാണ്. ഗ്രൗണ്ട് വാട്ടർ ലെവൽ ഡിക്രീസ് ചെയ്യുന്ന എന്തുകൊണ്ടായിരിക്കും? ഗ്രൗണ്ട് വാട്ടർ ഓവറായിട്ട് കൺസ്യൂം ചെയ്യുക. അതിനനുസരിച്ച് എന്ത് ലഭിക്കാതിരിക്കുക? മഴ ലഭിക്കാതിരിക്കുക, അല്ലെങ്കിൽ റെയിൻഫോൾ ഇല്ലാതിരിക്കുക. വെള്ളം അതിനനുസരിച്ച് ഭൂമിക്കടിയിലേക്ക് ഇറങ്ങാതെ അതിൽ കൂടുതൽ നമ്മൾ കൺസ്യൂം ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന ഒരു ഫിനോമിനയാണ് എന്ത് എന്ന് പറയുന്നത്? സബ്സിഡൻസ് എന്ന് പറയുന്നത്. നവഡേയ്സ് ഒക്കെ നമ്മൾ കൂടുതലായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് ഈ ലാൻഡ് സബ്സിഡൻസ് എന്ന് പറയുന്നത്. അതേപോലെ നമ്മൾ ഓവർ യൂസേജ് കൊണ്ട് വരുന്ന മറ്റൊരു കാര്യമാണ് ലോവറിങ് വാട്ടർ ടേബിൾ. നമ്മൾ ഇതിനകത്തൊരു വാട്ടർ ലെവൽ ഉണ്ട് ഭൂമിക്കടിയിൽ. അപ്പൊ ആ വാട്ടർ ലെവലിനെയാണ് നമ്മൾ വാട്ടർ ടേബിൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കൺസ്യൂം ചെയ്യുന്നതിനനുസരിച്ച് ഓവർ കൺസപ്ഷൻ വരുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യും? വാട്ടർ ടേബിൾ ഡിക്രീസ് ആവും. Mining of groundwater is done extensively for irrigating crop fields. Over excessive mining would cause lowering of water table. നമ്മൾ ജലസേചനത്തിന് വേണ്ടിയിട്ട് കൃഷിക്ക് നനയ്ക്കാനൊക്കെ കൂടുതലായിട്ട് ഓവറായിട്ട് വാട്ടർ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ഗ്രൗണ്ട് വാട്ടർ ലെവൽ അവിടെ ഡിക്രീസ് ആവും. അത് വേനൽക്കാലങ്ങളിലൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഒരുപാട് താഴെയായിരിക്കും വാട്ടർ ലെവൽ എന്ന് പറയുന്നത്. മഴ പെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതേപോലെ ഡാം തുറന്നിട്ട് കനാലൊക്കെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ വാട്ടർ ലെവൽ ഇൻക്രീസ് ചെയ്യും. അതാണ് വാട്ടർ ടേബിൾ. പിന്നെ നമ്മൾ ഈ ഓവർ കൺസപ്ഷൻ മൂലം ഉണ്ടാവുന്ന നെക്സ്റ്റ് ഒരു പ്രോബ്ലമാണ് വാട്ടർ ലോഗിങ് എന്ന് പറയുന്നത്. വാട്ടർ ലോഗിങ് സ്ഥിരം ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ഓവറായിട്ട് നമ്മൾ ഇറിഗേഷന് വേണ്ടി വാട്ടർ യൂസ് ചെയ്യുന്ന സമയത്ത് ആ വാട്ടർ അവിടെ കെട്ടിക്കിടക്കും. അതിന് മുകളിൽ നിങ്ങൾക്ക് ഒരു പാട പോലെ ഇങ്ങനെ കാണാം. ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? വാട്ടർ ലോഗിങ് എന്ന് പറയുന്നത്. When excessive irrigation is done with brackish water, it raises the water table gradually, leading to water logging and salinity problems. Salinity എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ ഉപ്പിന്റെ അംശം ഉണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ള പ്രോബ്ലംസിലേക്കൊക്കെ അത് ലീഡ് ചെയ്യും. അപ്പൊ നമ്മൾ ആവശ്യത്തിനധികം വെള്ളം ഉപയോഗിക്കുമുള്ള പ്രശ്നങ്ങളാണിത് വാട്ടർ ലോഗിങ്. വാട്ടർ ലോഗിങ് അല്ലാതെ നിങ്ങൾക്ക് റെയിൻഫോൾ കൂടുതലാകുമ്പോൾ ഈ വയലുകളിലൊക്കെ നിങ്ങൾക്ക് ആ ഒരു ആക്ടിവിറ്റി കാണാൻ പറ്റും, വാട്ടർ ലോഗിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഈ സബ്സിഡൻസ്, ലോവറിംഗ് ഓഫ് വാട്ടർ ടേബിൾ, വാട്ടർ ലോഗിങ് ഒക്കെ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് വാട്ടർ കൊണ്ട് ഉണ്ടാവുന്നതാണ്. ഓവർ യൂട്ടിലൈസേഷൻ ഓഫ് വാട്ടർ കൊണ്ട് ഉണ്ടാവുന്ന പോയിന്റ്സ് ആണ്. അല്ലെങ്കിൽ നെക്സ്റ്റ് നമുക്ക് വാട്ടർ റിസോഴ്സും ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് പഠിക്കാനുള്ള 2 ടോപ്പിക്സ് ആണ്, ഫ്ലഡും ഡ്രോട്ടും. അപ്പം ഇത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ഫ്ലഡ് നമ്മളിപ്പം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രോബ്ലം ആണ് ഫ്ലഡ് എന്ന് പറയുന്നത്. 2 years ആയിട്ട് നമ്മളെ സ്റ്റേറ്റിലൊക്കെ ഫ്ലഡ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഫ്ലഡിന്റെ ഒരു ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ഓവർഫ്ലോ ഓഫ് വാട്ടർ. ഇറ്റ് ഹാപ്പൻസ് വെൻ the magnitude of flow of water exceeds the carrying capacity of the channel within its bank. അതായത് അത് ഒഴുകുന്ന ചാനൽ അതിന്റെ ക്യാരിയിങ് കപ്പാസിറ്റിക്ക് എക്സീഡ് ആയിട്ട് വെള്ളം ഉണ്ടാവുക, വാട്ടർ ഉണ്ടാവുക. ഡ്യൂ ടു റെയിൻഫോൾ ആണ് കൂടുതലായിട്ടും ഫ്ലഡ് ഉണ്ടാവുന്നത്. ഫ്ലഡിന്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഹെവി റെയിൻഫോൾ ആണ്. അപ്പൊ നമ്മള് റിവറും അതേപോലെയുള്ള വാട്ടർ റിസോഴ്സസും ഒക്കെ അതിന്റെ കപ്പാസിറ്റി കഴിഞ്ഞ് വെള്ളം വരുന്ന സമയത്ത് അത് ഓവർഫ്ലോ ആവും. അപ്പൊ ആ ഒരു ഫിനോമിനയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്ലഡ് എന്ന് പറയുന്നത്. അപ്പം കോസസ് ഓഫ് ഫ്ലഡ് എന്ന് പറയുന്നത് ഹെവി റെയിൻഫോൾ, മെൽറ്റിംഗ് ഓഫ് സ്നോ ആൻഡ് സഡൻ റിലീസ് ഓഫ് വാട്ടർ ഫ്രം ഡാംസ്. അപ്പൊ ഇതാണ് മേജർ ആയിട്ട് വരുന്ന 3 റീസൺസ്. ഭയങ്കരമായിട്ട് റെയിൻഫോൾ ഉണ്ടാവുക, അതിൽ സ്നോ മെൽറ്റ് ചെയ്യുക, ഓർ ഡാമിൽ നിന്ന് പെട്ടെന്ന് വാട്ടർ റിലീസ് ചെയ്യുക. ഇതാണ് 3 ഫ്ലഡിന്റെ കോസസ്. അതേപോലെ തന്നെ പിന്നെ ആ ഫ്ലഡ് ഉണ്ടാവാനുള്ള ഒരു ഇമ്പോർട്ടന്റ് കാരണം എന്ന് പറയുന്നത് റിഡക്ഷൻ ഓഫ് ക്യാരിയിങ് കപ്പാസിറ്റി ഓഫ് ചാനൽസ്. ചാനൽ എന്ന് പറയുന്നത് മേജർലി റിവർ.
റിവറിന്റെ ഒക്കെ ക്യാരിയിങ് കപ്പാസിറ്റി, സെഡിമെന്റ്സ് ഒക്കെ വന്ന് അടിഞ്ഞിട്ടൊക്കെ അതിന്റെ വാട്ടർ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറയുന്നതനുസരിച്ചിട്ട് ഫ്ലഡിന്റെ ഇന്റൻസിറ്റി കൂടും, അല്ലെങ്കിൽ ഉണ്ടാവാനുള്ള ചാൻസ് കൂടും. അതേപോലെ തന്നെ ഒരു ഇമ്പോർട്ടന്റ് ഇതാണ് ഡീഫോറസ്റ്റേഷൻ. ഡീഫോറസ്റ്റേഷന്റെ റീസൺ ആണ് മൈനിങ്, ഓവർ ഗ്രാസിംഗ് ഒക്കെ. അപ്പൊ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുന്ന ഡീഫോറസ്റ്റ് ചെയ്യുന്ന സമയത്ത്, നശിക്കുന്ന സമയത്ത് ആ മണ്ണിന്റെ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി വളരെ കുറവായിരിക്കും. മരങ്ങളുടെ റൂട്ട് വഴി വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഇൻക്രീസ് ആവും. അത് നമ്മൾ ഡീഫോറസ്റ്റേഷന്റെ ഒക്കെ ഇമ്പാക്റ്റിലൊക്കെ പഠിച്ചതാണ്. അപ്പൊ അത് കുറയുന്ന സമയത്ത് അത് ഫ്ലഡിന്റെ ആ റേറ്റ് വളരെയധികം ഇൻക്രീസ് ചെയ്യിക്കും. അപ്പൊ ഇത്രയൊക്കെയാണ് കോസസ് ഓഫ് ഫ്ലഡ് എന്ന് പറയുന്നത്. ഇനി അതിന്റെ എഫക്ട്സ് എന്ന് പറയുന്നത്, വാട്ടർ സ്പ്രെഡ്സ് ഇൻ ദ സറൗണ്ടിങ്സ് ഏരിയ ആൻഡ് സബ്മേർജസ് ദം. നമുക്കറിയാം എന്തൊക്കെയാ ഫ്ലഡ് വന്നാൽ സംഭവിക്കുന്നത്. എല്ലാ ലാൻഡും ഒരു നിയർ ബൈ ലാൻഡ്സ് ഒക്കെ എന്ത് ചെയ്യും, വാട്ടർ വെച്ചിട്ട് ഫില്ലായി പോകും. അപ്പൊ അവിടെയുള്ള കൾട്ടിവേഷൻ അതിനെ എഫക്ട് ചെയ്യും. കൾട്ടിവേറ്റഡ് ലാൻഡ് എഫക്റ്റഡ്, അതായത് അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഡിസ്ട്രോയ് ആയി പോകും. എക്സ്റ്റൻഷൻ ഓഫ് സിവിലൈസേഷൻ, സൊസൈറ്റിക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവും. അതിന്റെ നിലനിൽപ്പിനെ തന്നെ അത് എന്ത് ചെയ്യും, എഫക്ട് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കുറെ റീസൺസ് നിങ്ങളുടെ ഓൺ വേർഡ്സിലൊക്കെ ഇതിനകത്ത് ഇൻകോപ്പറേറ്റ് ചെയ്താൽ ഞാൻ കുറച്ച് പോയിന്റ്സ് എഴുതിയെന്നേ ഉള്ളൂ. പിന്നെ ഫ്ലഡ് മാനേജ്മെന്റ്, എങ്ങനെയാണ് ഫ്ലഡ് മാനേജ് ചെയ്യുന്നത് എന്നുള്ളത് അതിനൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഫ്ലഡ് ക്യാൻ ബി കൺട്രോൾഡ് ബൈ ഡാംസ്. ഇപ്പം റീസെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ ഹെവി റെയിൻഫോൾ ഒക്കെ ഉണ്ടാവുന്ന ഒരു ക്ലൈമറ്റ് ചേഞ്ച് വരുന്നതിന് മുമ്പ് തന്നെ ഡാമിൽ റിസർവോയറിൽ ആവശ്യത്തിനുള്ള വെള്ളം വെച്ചിട്ട് ബാക്കിയെല്ലാം നമ്മൾ ജസ്റ്റ് ഫ്ലോ ചെയ്യിപ്പിക്കുന്ന ഒരു മെക്കാനിസം. അതേപോലെ തന്നെ ചാനൽ മാനേജ്മെന്റ്, അതിപ്പം ഗവൺമെന്റ് ഓർഡേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഓൾറെഡി ഉള്ള റിവറൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന്റെ സെഡിമെന്റ്സ് ഒക്കെ നീക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട്, ഇപ്പൊ റീസെന്റ് ഒക്കെ നമ്മളെ കാലിക്കറ്റിൽ തന്നെ ഒരുപാട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിന്റെ ഓർഡർ ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അത് ശരിക്കും പ്രയർ ആയിട്ട് ഒരുപാട് മുമ്പേ ചെയ്യേണ്ടതാണ്. ഇപ്പോഴാണ് നമ്മളൊക്കെ അതിന്റെ ഓർഡേഴ്സ് ഒക്കെ കിട്ടിയത്. അപ്പൊ അങ്ങനെ ചെയ്യാം. നമ്മളെ ചാനൽ അടഞ്ഞുകൂടിയിരിക്കുന്ന. പിന്നെ ഫ്ലഡ് കൊണ്ട് ഉണ്ടാകുന്ന ഹസാർഡ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ആദ്യമേ ഫ്ലഡ് വാർണിംഗ്, അതേപോലെ ഇൻഫർമേഷൻസ് ഒക്കെ പാസ് ചെയ്തിട്ട്, അതൊരു വളരെ വലിയൊരു മെത്തേഡാണ്. ഇപ്പൊ തന്നെ നമ്മൾ ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഹെവി റെയിൻഫോൾ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അലേർട്സ് ഒക്കെ എന്താ പറയാ ഇഷ്യൂ ചെയ്യുക, അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് കൊടുക്കുക, കൺട്രോൾ റൂംസ് ആക്ടിവേറ്റ് ചെയ്യുക. അപ്പൊ അങ്ങനെ മുമ്പേ നമുക്ക് അറിയാമെങ്കിൽ കുറെ പ്രിക്കോഷൻസ് ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഉണ്ടാവുന്ന എഫക്ട്സ് വളരെ റെഡ്യൂസ് ചെയ്യാം. അതേപോലെ തന്നെ റൺ ഓഫ് റിഡക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അഫോറസ്റ്റേഷൻ, കാച്ച്മെന്റ് ഏരിയാസിൽ കൂടുതലായിട്ട് മഴ ലഭിക്കുന്ന ഏരിയാസിൽ നന്നായിട്ട് മരങ്ങൾ വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ എന്താ പറയാ റൺ ഓഫ് കുറയ്ക്കും, വാട്ടർ ഫ്ലോ കുറയ്ക്കും അത്. അപ്പം അത് വഴി നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലഡ് റെഡ്യൂസ് ചെയ്യാം. അപ്പൊ ഇത് സം പോയിന്റ്സ് ആണ് ഫ്ലഡ് റെഡ്യൂസ് ചെയ്യാൻ. അപ്പൊ ഇതെപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ് കേട്ടോ, എന്താണ് ഫ്ലഡിന്റെ കോസസും അതിന്റെ എഫക്ട്സും അതെങ്ങനെ മാനേജ് ചെയ്യാന്നുള്ളത്. സിമിലർ ഒരു ടോപ്പിക്കാണ് ഡ്രോട്ട് എന്ന് പറയുന്നത്. ഡ്രോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്കാസിറ്റി ഓഫ് വാട്ടർ, വെള്ളം ഇല്ലാതിരിക്കുന്ന അവസ്ഥ, വരൾച്ച, അതിനാണ് നമ്മൾ ഡ്രോട്ട് എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണ് മെയിൻ ആയിട്ടും ഡ്രോട്ട് ഉണ്ടാവുന്നത്? ഇൻഅഡ്വക്കേറ്റ് റെയിൻഫോൾ, ആവറേജ് റെയിൻഫോളിൽ കുറവായിട്ട് റെയിൻഫോൾ വരുമ്പോഴാണ് ആ ഒരു ഏരിയയിൽ നമ്മൾ വരൾച്ച ഉണ്ടാവുന്നത്. പിന്നെ ലേറ്റ് റെയിൻഫോൾ, അതേപോലെ വരേണ്ട സമയത്തല്ലാതെ മഴ, ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ വരിക, കറക്റ്റ് ആയിട്ട് മഴ ലഭിക്കേണ്ട സമയത്തല്ല മഴ ലഭിക്കുന്നതെങ്കിലും അവിടെ എന്തുണ്ടാവാം, ഡ്രോട്ട് ഉണ്ടാവാം. പിന്നെ മൂന്നാമത്തെ റീസൺ എക്സസീവ് വിഡ്രോവൽ ഓഫ് ഗ്രൗണ്ട് വാട്ടർ, നമ്മൾ അളവിൽ കൂടുതൽ ഗ്രൗണ്ട് വാട്ടർ യൂട്ടിലൈസ് ചെയ്യുന്നതും എന്തുണ്ടാക്കും, ഡ്രോട്ട് ഉണ്ടാക്കും. അപ്പൊ ഈ ലാക്ക് ഓഫ് വാട്ടർ ഫോർ ദ നാരോ നീഡ്സ് ഓഫ് അഗ്രികൾച്ചർ, ഇതെല്ലാ പോപ്പുലേഷനെയും എന്ത് ചെയ്യും, എഫക്ട് ചെയ്യും. അത് നമുക്ക് വെള്ളം കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടിനെയാണ് അഗ്രികൾച്ചർ ആക്ടിവിറ്റീസിനും അതേപോലെ ലീവ് സ്റ്റോക്കിനും ഒക്കെ വെള്ളം കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടിനെയാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഡെഫിഷ്യൻസിനെയാണ് നമ്മൾ ഡ്രോട്ട് എന്ന് ടേം ചെയ്യുന്നത്. അത് പ്ലാന്റ്സിനും ആനിമൽസിനും ഏതൊരു ലിവിങ് ഓർഗാനിസത്തിനും വളരെയധികം ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ബിക്കോസ് നമുക്ക് വാട്ടർ കൺസ്യൂം ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഒരു ലിവിങ് ഓർഗാനിസത്തിനും സർവൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഡ്രോട്ട് വളരെയധികം എഫക്റ്റ് ചെയ്യും ബയോട്ടിക് എലിമെന്റ്സ്. ഓക്കെ, പിന്നെ അതിന്റെ കോസസ് ആണ്, അതാ ഞാൻ നേരത്തെ പറഞ്ഞു, ആനുവൽ റെയിൻഫോൾ ബിലോ ആവറേജോ ആവറേജ് റെയിൻഫോളിനോ താഴെ വരുന്ന സമയത്താണ് ഡ്രോട്ട് ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ ഹൈ പോപ്പുലേഷൻ എങ്ങനെയാണ് ഡ്രോട്ടിന് കോസ് ആവുക, നമ്മളെ വാട്ടർ കൺസപ്ഷൻ അത്രയും കൂടും പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ച്. അപ്പം അത് എന്തിന് കാരണമാവും, ഡ്രോട്ടിന് കാരണമാവും. ഇനി ഇന്റൻസീവ് ക്രോപ്പിംഗ് പാറ്റേൺ, അതായത് നാച്ചുറൽ അല്ലാത്ത അൺനാച്ചുറൽ ആയിട്ടുള്ള ക്രോപ്പിംഗ് agricultural activities. അതായത് എക്സാമ്പിൾ ആണ്, there has been no recovery from drought at the last 13 due to over exploitation of water by sugarcane crop
ഇൻ മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിൽ ഷുഗർ കെയിൻ ക്രോപ്പിങ്ങിന് വേണ്ടിയിട്ട് വാട്ടർ ഓവർ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് കൊണ്ട് അവിടെയുള്ള ഡ്രോട്ടിൽ നിന്ന് അവർക്ക് ഇത്രയും കാലം അറൌണ്ട് 30 years ആയിട്ടും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല എന്നാണ് ഓവർകം ചെയ്യാൻ വേണ്ടി ഒരു എക്സാമ്പിൾ അവിടെ കൊടുത്തു എന്നേയുള്ളൂ. അപ്പം ദീസ് ആർ ദ കോസസ് ഓഫ് ഡ്രോട്ട്. മെയിൻ കോസ് എന്ന് പറയുന്നത് ആനുവൽ റെയിൻഫോൾ ഡിക്രീസ് ചെയ്യാന്നുള്ളത് തന്നെയാണ്. അത് ബിലോ അവറേജിൽ പോയാലാണ് അതിന് ഡ്രോട്ട് എന്ന് വിളിക്കുന്നത്. പിന്നെ ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് ഡ്രോട്ട് ഒക്കെ ഉണ്ട്. ഞാൻ അവിടെ അത്രയൊന്നും എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നില്ല. ഓക്കെ, പിന്നെ എഫക്ട്സ് ആണ് അതിന്റെ. എന്തായാലും ഡ്രോട്ട് ഉണ്ടായി കഴിഞ്ഞാൽ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് ഒന്നും അവിടെ എന്ത് ചെയ്യില്ല, സർവൈവ് ചെയ്യില്ല. നമുക്ക് ഫുഡിന് സ്കേഴ്സിറ്റി വരും, അപ്പം ഹങ്കർ വരും, അതേപോലെ മാൽ ന്യൂട്രീഷ്യൻസ് ആയിട്ടുള്ള ഫുഡൊന്നും നമുക്ക് അവൈലബിൾ ആവില്ല. വാട്ടർ ക്വാളിറ്റി ചേഞ്ച് ചെയ്യും. പിന്നെ വേഴ്സ് സിറ്റുവേഷൻ ഓഫ് ഡ്രോട്ട് കോസസ് ഡെസേർട്ടിഫിക്കേഷൻ. വാട്ട് യു മീൻ ബൈ ഡെസേർട്ടിഫിക്കേഷൻ? എന്താ ഡെസേർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഏരിയ കംപ്ലീറ്റ് ഡെസേർട്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുക. ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ഡെസേർട്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്ന ആക്ടിവിറ്റിയാണ് ഡെസേർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഡ്രോട്ട് ഏത് ഇതിലേക്ക് മാറാം? ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ഡെസേർട്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് മാറാം. ഡെസേർട്ടിഫിക്കേഷൻ. ഇതൊക്കെ എഫക്ട്സ് ആണ് അതിന്റെ. റോ മെറ്റീരിയൽസ് of agro industries are critically affected during drought time. Agriculture വളരെ എഫക്ട് ചെയ്യും. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അതർ ഇൻഡസ്ട്രീസ് ഒക്കെ വരുന്നത്. അപ്പൊ ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്ഷ്യൽ ഗ്രോത്ത് അവിടെ ഡിക്രീസ് ചെയ്യും. നമ്മൾ എക്കണോമിനെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഡ്രോട്ട് എന്ന് പറയുന്നത്. പിന്നെ ഡിഗ്രേഡേഷൻ ഓഫ് നാച്ചുറൽ അനദർ റിസോഴ്സസിന്റെ, ഫോറസ്റ്റ് ആയാലും ബാക്കിയുള്ള എല്ലാ റിസോഴ്സസിന്റെയും ഡിഗ്രേഡേഷൻ, ലാൻഡ് ഡിഗ്രേഡ് ചെയ്തു. കാരണം വരൾച്ച എന്ന് പറഞ്ഞാൽ ലാൻഡ് നന്നായിട്ട് ഡ്രൈ ആയി പോകും. അപ്പം അതുകൊണ്ട് മറ്റുള്ള നാച്ചുറൽ റിസോഴ്സസിന്റെ ഒരു ഡിഗ്രേഡേഷൻ ആണ് അവിടെ സംഭവിക്കുന്നത്. പിന്നെ കോസസ് മൈഗ്രേഷൻ ഓഫ് പീപ്പിൾ. അത് നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാം. നമ്മൾ ഒരു ഏരിയയിൽ വെള്ളം കിട്ടുന്നില്ലെങ്കിൽ അവിടെ നാച്ചുറലി സംഭവിക്കുക എന്താണെന്ന് വെച്ചാൽ ആ ഏരിയ വിട്ടിട്ട് വെള്ളം കിട്ടുന്ന ഒരു ഏരിയയിലേക്ക് അല്ലെങ്കിൽ ഡ്രോട്ട് ഇല്ലാത്ത ഒരു ഏരിയയിലേക്ക് ഡിസ്പ്ലേസ്ഡ് ആവുക എന്നുള്ളതാണ് ചെയ്യുക. അപ്പൊ അതൊരു ലാർജ് മൈഗ്രേഷന് ചാൻസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് എന്ത് എഫക്ട്സ് ഓഫ് ഡ്രോട്ട് എന്ന് പറയുന്നത്. പിന്നെ സം കൺട്രോൾ മെഷേഴ്സ് ആണ്. ഇൻഡിജിനസ് നോളജ് ഈസ് എസെൻഷ്യൽ. അതായത് നമുക്ക് നാറ്റീവ് ആയിട്ടുള്ള നോളജ്, നാച്ചുറലി ഉള്ള നോളജ് ഇതിനെപ്പറ്റി ഉണ്ടായിരിക്കണം. ഏതൊക്കെ ഏരിയയിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, ക്ലൈമറ്റ് ചേഞ്ച് എങ്ങനെയാണെന്നൊക്കെയുള്ളതിനെ പറ്റി വളരെയധികം ഒരു അറിവ് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ റെയിൻ വാട്ടർ ഹാർവസ്റ്റിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അപ്പൊ ഇത്തരം ഏരിയയിലൊക്കെ എല്ലാവരും ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ മഴ ലഭിക്കുന്ന സമയത്ത് അത് മാക്സിമം എന്താ പറയാ റിസർവ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് കൺസ്ട്രക്ഷൻ ഓഫ് റിസർവോയർ ടു ഇംപ്രൂവ്മെന്റ്. അതും നമ്മൾ നോർമലി ഫോളോ ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മുടെ സ്ഥലങ്ങളിൽ തന്നെ വേനലൊക്കെ വരുന്ന സമയത്ത് നമുക്ക് അത്ര പ്രോബ്ലം ഇല്ലാത്തത് റിസർവോയേഴ്സ് ഉള്ളത് കൊണ്ടാണ്. അപ്പൊ അതിൽ നിന്നുള്ള വെള്ളം ഡാം കെട്ടി നമ്മൾ എന്താ പറയാ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അത് അത്യാവശ്യ സമയങ്ങളിൽ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് ഇറിഗേഷന് വേണ്ടിയിട്ട്. അതുപോലെ ഡ്രിപ്പ് ഇറിഗേഷനൊക്കെ ഇപ്പൊ അഗ്രികൾച്ചറിൽ ഫോളോ ചെയ്യുന്നതാണ്. അപ്പം അത് വാട്ടർ കൺസേർവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒന്നായിട്ട് വെള്ളം ഓവർ യൂട്ടിലൈസ് ചെയ്യാതെ ഡ്രിപ്പ് ഇറിഗേഷൻ വഴി നമുക്ക് ഒരുപാട് വാട്ടർ സേവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊക്കെ എന്താണ് ഡ്രോട്ട് മാനേജ്മെന്റ് ആക്ടിവിറ്റീസ് ഉണ്ട്. അഫോറസ്റ്റേഷൻ, ഡിഫോറസ്റ്റേഷന്റെ നെക്സ്റ്റ് ആണ് അഫോറസ്റ്റേഷൻ, ഓപ്പോസിറ്റ് ആക്ടിവിറ്റി ആണ്. അപ്പൊ ഇതിപ്പോ നമ്മൾ കൂടുതലായിട്ടും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അഫോറസ്റ്റേഷൻ. പ്ലാന്റ്സും ട്രീസും ഒക്കെ നമ്മൾ വെച്ച് പിടിപ്പിക്കുക എന്നുള്ളത്. അപ്പം മണ്ണിന്റെ ഹോൾഡിംഗ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യും. അതിനനുസരിച്ച് അവിടെ ഡ്രോട്ട് എന്ത് ചെയ്യപ്പെടും, റെഡ്യൂസ് ചെയ്യപ്പെടും. ഇതാണ് ഡ്രോട്ട് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് കോൺഫ്ലിക്ട്സ് ഓവർ വാട്ടർ. ഈ വെള്ളവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോൺഫ്ലിക്ട്സ് ഞാൻ നേരത്തെ നിങ്ങളോട് ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി ഒരു യുദ്ധം ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് അത് വാട്ടറിന് വേണ്ടിയിട്ടായിരിക്കും പറയുന്നത്. അപ്പം ഇന്റർനാഷണൽ ആയിട്ടും അല്ലാണ്ട് ലോക്കൽ വൈസ് ആയിട്ടും ഒക്കെ ഒരുപാട് കോൺഫ്ലിക്ട്സ് വെള്ളത്തിനെ പറ്റിയുണ്ട്. അതിൽ സം ഓഫ് ദം ആണ് ഷെയറിംഗ് ഓഫ് കാവേരി വാട്ടർ ബിറ്റ്വീൻ കർണാടക ആൻഡ് തമിഴ്നാട്, ഷെയറിംഗ് ഓഫ് കൃഷ്ണ വാട്ടർ ബിറ്റ്വീൻ കർണാടക ആൻഡ് ആന്ധ്രാപ്രദേശ്. ഈ ഒരു റിവേഴ്സിലുള്ള വാട്ടർ ഷെയറിംഗ് ഒക്കെ വളരെയധികം നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും. അതേപോലെ നമ്മളും കേരള ആൻഡ് തമിഴ്നാടുമായിട്ട് മുല്ലപ്പെരിയാറിൽ പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കോൺഫ്ലിക്ട്സുകൾ വാട്ടറുമായിട്ട് ബന്ധപ്പെട്ട്. അതിൽ ഇന്റർനാഷണൽ കോൺഫ്ലിക്ട്സ് ആണ് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ, ഇൻഡസ് റിവർ, കൊളറാഡോ റിവർ, മെക്സിക്കോ ആൻഡ് USA. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് വെച്ചു എന്നേ ഉള്ളൂ. ഇതൊക്കെ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ഇതിനേക്കാളൊക്കെ ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടും. പിന്നെ അതേപോലെ വാട്ടറിൽ വരുന്ന ഒരു കോൺഫ്ലിക്ട്സ് ആണ് കൺസ്ട്രക്ഷൻ ഓഫ് ഡാംസ് ഓർ പവർ സ്റ്റേഷൻ. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ, ഡാംസ് ഒക്കെ ബിൽഡ് ചെയ്യുന്നത്, അതുകൊണ്ട് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ ഡാംസിന്റെ പറഞ്ഞിരുന്നു. ഗുജറാത്തിലൊക്കെ സംഭവിച്ചത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അതേപോലെ പൊല്യൂഷൻ, വാട്ടർ റിസർവോയർസ് ലൈക്ക് ലേക്സ് ആൻഡ് റിവേഴ്സ് ആർ ഓൾസോ യൂസ് ഫോർ ഇൻഡസ്ട്രിയൽ പർപ്പസിന് യൂസ് ചെയ്യുന്നതുകൊണ്ട്, അതേപോലെ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് നമ്മൾ റിവേഴ്സിലേക്ക് തള്ളിവിടുന്നതുകൊണ്ടൊക്കെ ഉണ്ടാവുന്ന ആക്ടിവിറ്റീസ്. ഇതൊക്കെയാണ് മേജർ വാട്ടർ കോൺഫ്ലിക്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കോൺഫ്ലിക്ട്സ് ഓവർകം ചെയ്യാനുള്ള വഴി എന്ന് പറയുന്നത് എന്താണ്, കറക്റ്റ് ആയിട്ടുള്ള ലോസ് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ്. ലോസ് ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അത് കറക്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യും കൂടെ വേണം. അതേപോലെ ഇന്റർലിങ്കിങ് ഓഫ് റിവേഴ്സ് ഹാസ് ബീൻ വൺ സച്ച് സൊല്യൂഷൻ. റിവേഴ്സ് തമ്മിൽ ഇന്റർലിങ്ക് ചെയ്യാം. അപ്പം ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ അതിന്റെ സം കേസ് സ്റ്റഡീസ് ആണിത്. അപ്പൊ ഇതൊന്നും നിങ്ങൾ നോക്കണ്ട, ജസ്റ്റ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടി അതിൽ വെച്ചു എന്നേ ഉള്ളൂ.
അപ്പൊ ഇത്രയാണ് ഏത് ടോപ്പിക്കിൽ വരുന്നത്, വാട്ടർ എന്ന ടോപ്പിക്കിൽ വരുന്നത്. അപ്പൊ അതിൽ വരുന്ന ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ വരുന്ന ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണിത്. എക്സ്പ്ലെയിൻ ദ എഫക്ട്സ് ഓഫ് ഡാംസ് ഓൺ ഫോറസ്റ്റ് ആൻഡ് ട്രൈബ്സ്. അതേപോലെ തന്നെ ഇതൊക്കെ വന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. റൈറ്റ് ദ കോസസ് ആൻഡ് എഫക്ട്സ് ഓഫ് ഫ്ലഡ് ആൻഡ് ഡ്രോട്ട്. ഞാൻ പറഞ്ഞില്ല എപ്പോഴും വരുന്നതാണ്, എന്താണ് ഫ്ലഡ്, എന്താണ് ഡ്രോട്ട്, അതിന്റെ കോസസ് എന്താണ്, അതിന്റെ എഫക്ട്സ് എന്താണ്. അതേപോലെ ഐഡന്റിഫൈ വാരിയസ് സോഴ്സസ് ഓഫ് ഫ്രഷ് വാട്ടർ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഫ്രഷ് വാട്ടറിന്റെ സോഴ്സസ് ഗ്രൗണ്ട് വാട്ടർ, സർഫസ് വാട്ടർ. Then state the reason of conflicts of water. എന്തുകൊണ്ടാണ് വാട്ടറിൽ വെള്ളത്തിനെ പറ്റി ഡിഫറെന്റ് കോൺഫ്ലിക്ട്സ് ഉണ്ടാവുന്നത്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് എന്തൊക്കെയാണ് ആ കോൺഫ്ലിക്ട്സ് എന്നുള്ളത്. ഇതൊക്കെ വളരെ ജനറലൈസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് യുവർ ഓൺ വേർഡ്സിൽ എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇത്രയാണ് വാട്ടർ എന്ന് പറയുന്ന റിസോഴ്സ് എന്ന് പറയുന്നതിലുള്ളത്. അപ്പൊ നമ്മുടെ വാട്ടർ റിസോഴ്സ്, അതിന്റെ ഒരു ആവറേജ് എത്ര പെർസെന്റേജ് ഓഫ് വാട്ടർ നമുക്ക് അവൈലബിൾ ആണ്, എന്താണ് ഫ്രഷ് വാട്ടർ, എന്താണ് ഗ്രൗണ്ട് വാട്ടർ, എന്താണ് സർഫസ് വാട്ടർ, ആൻഡ് ഓവർ യൂട്ടിലൈസേഷൻ കൊണ്ട് വരുന്ന ഒരു പ്രോബ്ലം എന്തൊക്കെയാണ്, എന്താണ് ഫ്ലഡ്, എന്താണ് ഡ്രോട്ട്, അതിന്റെ കോസസ്, അതിന്റെ എഫക്ട്സ്, ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ഒരു റിസോഴ്സ്, ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള റിസോഴ്സ് നെക്സ്റ്റ് ടോപ്പിക്കിൽ നമ്മൾ പഠിക്കും. ഈ വീഡിയോ വീണ്ടും വീണ്ടും കേൾക്കുക, എന്നിട്ട് എഴുതാനുള്ള നോട്ട്സ് ഒക്കെ എഴുതിയെടുക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. ജനറൽ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്, ബാക്കിയുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്തോളും കിട്ടും. അപ്പൊ ഇത്രയൊക്കെ വലുതാക്കിയിട്ട് ഇത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ ക്ലാസ് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ, ബിക്കോസ് ഇറ്റ്സ് നോട്ട് എ ടെക്നിക്കൽ സബ്ജക്ട്. അപ്പം ഓൾ ഓഫ് യു എൻജോയ് ദ ക്ലാസ്. അപ്പം എല്ലാവരും സപ്ലിമെന്ററി ഉള്ളവരൊക്കെ നന്നായിട്ട് പഠിക്കുക, അത് എഴുതുക. ഓക്കെ, എൻവയോൺമെന്റ് സേവ് ചെയ്യുക. നമുക്ക് വലിയൊരു പങ്കുണ്ട് നമ്മുടെ എൻവയോൺമെന്റ് ഇങ്ങനെ പൊല്യൂട്ടഡ് ആവുന്നതിലൊക്കെ. ദെൻ താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.